ഇന്നുണ്ടല്ലോ ഞാൻ 2 മണിക്കൂറിൽ എന്തൊക്കെ കഴിച്ചെന്നാണ് കാണിക്കുന്നത്. ഞാൻ വീട്ടിൽ കുറേ നേരം വെറുതെ ഇരുന്നപ്പോഴാണ് പുറത്തേക്കൊന്ന് പോകാമെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ സ്ഥിരം പോകുന്ന മാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ മാളിൽ എപ്പോഴും പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോകുന്നത് ഈ 17 Pro Max നോക്കാനോ. എന്താണെന്നറിയില്ല, ഇത് മാനിഫെസ്റ്റേഷനാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഞാനിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഫോൺ ഏകദേശം ഒരു 5 വർഷം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു അപ്ഡേറ്റ് ചെയ്യുന്ന സമയം അതിൻ്റെ ബാറ്ററിക്കും ക്യാമറയ്ക്കൊക്കെ ഒരു ഇഷ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ EMI ഓപ്ഷൻ ഇല്ല, നമുക്ക് ഡയറക്റ്റ് ഫുൾ എമൗണ്ട് കാശ് കൊടുത്തിട്ട് വേണം ഫോൺ എടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ കാശ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഫോൺ എടുക്കാൻ വേണ്ടി. എനിക്ക് ഇന്നെന്തോ ഒരു പ്രത്യേകതരം വിശപ്പായിരുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് ആദ്യം തന്നെ അത് കഴിഞ്ഞിട്ട് മാക്സിമയിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം എടുത്തിട്ട്, ഇത് കട്ട്ലേറ്റ് ആണ്, ചിക്കൻ കട്ട്ലേറ്റ്, ഫുൾ ചിക്കനാണ്, അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല, ചിക്കൻ മാത്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പിസ്താഷ്യോടെ ഒരു സമയത്ത് ബേക്കറി സെക്ഷനിൽ തന്നെ എടുത്തത്, മാക്സിമം തന്നെയാണ് എടുത്തത്. ഇതിൻ്റെ ഉള്ളിൽ പിസ്താഷ്യോടെ ക്രീം ഭയങ്കരമായിട്ട് ഫില്ലിങ് ഉണ്ട് കേട്ടോ, നല്ല ഹെവിയാണിത്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. പിസ്താഷ്യോടെ കുറേ ക്രംബിൾസൊക്കെ ഇട്ടിട്ടുണ്ട്. ഏതോ ഒരു ഷോപ്പിൻ്റെ സൈഡിൽ ഇരുന്നിട്ടാണ് ഞാൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നേരം അത് കഴിച്ചപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എന്തെങ്കിലും കുടിച്ചാലോ, ഹോട്ടായിട്ടുള്ള എന്തെങ്കിലും കുടിക്കാം. കാരണം എനിക്ക് ചെറുതായിട്ടൊരു തൊണ്ടവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മോളിത്തെ സെക്ഷനിലേക്ക് ഞാൻ പോകാൻ കേട്ടോ. അവിടെ പോകുമ്പോൾ അവിടെ ഞാൻ സ്ഥിരം പോകുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് മെനു നോക്കിയിട്ട് എന്തെങ്കിലും ഹോട്ടലുള്ളത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ സൂപ്പുണ്ട്, സൂപ്പ് ബീട്രൂട്ടിൻ്റെ സൂപ്പുണ്ട്, അത് നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ മീറ്റിൻ്റെ സൂപ്പുണ്ട്. അപ്പോൾ ഞാൻ എടുത്തത് മീറ്റിൻ്റെ സൂപ്പായിരുന്നു. എനിക്ക് മീറ്റിൻ്റെ സൂപ്പ് ആണല്ലോ, ചിക്കനൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിൽ കുറേ വെജിറ്റബിൾസും അതൊക്കെ ആയിട്ടുള്ള സൂപ്പായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം ഒരു മൊന്ത നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ചായൻ വിളിച്ചത്, നീ എവിടെയാണ് ഈസുവിനെ കൊണ്ടുതരാനാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എവിടെ ഉണ്ട്, ഞാൻ ഈ റെസ്റ്റോറൻറ്റിലാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സൂപ്പ് കണ്ടിട്ടുള്ള ആകാംക്ഷയാണ് ഈസുവിൻ്റെ മുഖത്ത് കാണുന്നത്. പിന്നെ അവൾക്ക് എന്തൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡൈനോസറിൻ്റെ എന്തോ ഒരു സംഭവം, അതൊക്കെ എനിക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അച്ചായനെത്തിയപ്പോൾ അച്ചായനും സൂപ്പ് കൊടുത്തത്. എന്നിട്ട് ഞാൻ അച്ചായനെ പ്രേരിപ്പിച്ചു, അച്ചായ ഫുഡ് വാങ്ങിച്ചതാ. അപ്പോൾ ഞാൻ അച്ചായനെ പ്രേരിപ്പിച്ചിട്ട് ഏകദേശം ഒരു 12 യൂറോയ്ക്കുള്ള ഫുഡാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടിരുന്ന് കഴിക്കുകയാണ്. ഈസു കഴിച്ചില്ല കേട്ടോ അധികം, അവൾ ഈ കേക്ക് മാത്രമേ കഴിച്ചുള്ളൂ, അവൾക്ക് അങ്ങനെ എല്ലാം ഒന്നും അവൾ കഴിക്കില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു, അത്രയേ ഉള്ളൂ. ബൈ.